കേരളം UDF ഭരിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. 8 സർവേകളിലും നേരിയ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനം. മിക്ക സർവേകളും UDFന് പ്രവചിക്കുന്നത് 70 മുതൽ 80 സീറ്റ് വരെയാണ്. 60നും 70നും ഇടയിൽ സീറ്റുമായി ഇടതുമുന്നണി തൊട്ടുപിന്നിലാണ് എന്ന് സർവേ പ്രവചിക്കുന്നു. BJP 3 സീറ്റ് വരെ നേടാമെന്നും സർവേകൾ പറയുന്നു. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ആണ് ചേരുന്നത്. ആൽവിൻ, 70 മുതൽ 80 വരെ സീറ്റാണ് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് പറയുന്നത്. തൊട്ടുപിറകിൽ, അതായത് ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉൾപ്പെടെ പറയുന്നുള്ളത്. മറ്റെന്തൊക്കെയാണ് ഇതിലെ വിവരങ്ങൾ? നമുക്ക് ഈ കണക്കുകൾ, അതായത് ഇപ്പോൾ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിലെ പ്രധാനപ്പെട്ടവ ഏതാണ്ട് 8ഓളം എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇവയെല്ലാം UDFന് വ്യക്തമായ മേൽക്കൈ ഉണ്ടാകുമെന്നുള്ളൊരു സൂചന നൽകുന്നുണ്ട്. പക്ഷേ ഒരു തരംഗം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പറയുന്നില്ല എന്ന് വേണം നമുക്ക് സീറ്റുകളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ പറയാൻ. ഇതിൽ പ്രധാനപ്പെട്ട 3 എക്സിറ്റ് പോൾ ഫലങ്ങളാണ് UDFന് വലിയ മേൽക്കൈ ഉണ്ടാകും എന്ന തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ആക്സിസ് മൈ ഇന്ത്യ 78 മുതൽ 90 സീറ്റ് വരെ ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നു. പീപ്പിൾസ് പൾസ് പറയുന്നത് 75 മുതൽ 85 വരെ സീറ്റുകളാണ് UDFന് പ്രവചിക്കുന്നത്. JVC എക്സിറ്റ് പോൾ 72 മുതൽ 84 വരെ എന്ന നിലയിലും UDFനായി പ്രവചിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഈ 3 സർവേകളാണ്, എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ UDFന് വലിയ മേൽക്കൈ ഉണ്ടാകും എന്ന തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ ഫലങ്ങളാകെ പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ സിയുടെ ആണെങ്കിൽ 63 മുതൽ 74 വരെ സീറ്റുകൾ ലഭിക്കാം എന്നാണ് പ്രവചനം. CNN ന്യൂസ് 8ൻ്റെ ആണെങ്കിൽ 70 മുതൽ 78 വരെ എന്ന നിലയിൽ പറയുന്നു. PMarksൽ 71 മുതൽ 79 വരെ എന്ന് പറയുന്നു. മാർട്ടിസിൽ 70 മുതൽ 75 വരെ സീറ്റുകൾ നേടാമെന്ന് പറയുന്നു. അങ്ങനെ ഏതാണ്ട് 7-8 എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവരെല്ലാം വ്യക്തമായ സൂചന നൽകുന്നത് UDFന് ഭരണം ലഭിക്കും എന്ന തരത്തിലാണ്. അതിൽ വലിയ തരംഗമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. UDF ഫലം പ്രതീക്ഷിച്ചിരുന്നത് വലിയ തരംഗത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ഒരു പ്രതീക്ഷ UDF ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങളെ അവർ തള്ളുകയാണ് ഈ ഘട്ടത്തിലും. എക്സിറ്റ് പോൾ ഫലങ്ങളെ അത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്ന ഇല്ല എങ്കിൽ പോലും ഒരു സൂചനയാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ UDF പാളയത്തിൽ നിന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ 4-ാം തീയതി ഇതിൽ കൂടുതൽ സീറ്റുകളോടുകൂടി മിന്നും വിജയത്തിലേക്ക് എത്താൻ കഴിയും UDFന് എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കൂട്ടലായി അവർ പറയുന്നത്. അതിനായി അവർ പല കാരണങ്ങൾ നിലത്തുന്നുണ്ട്. പ്രധാനമായും അവർ പറയുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം അത് വല്ലാതെ കൃത്യമായി ഉണ്ട് എന്നുള്ളത് വളരെ നമുക്ക് വ്യക്തമാകും. കാര്യം മലബാർ മേഖലയിലടക്കം വലിയ നേട്ടം UDFന് ഉണ്ടാകും എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾ പ്രവചനത്തിലൊക്കെയും നമ്മൾ കാണുന്നത്. പിന്നീടുള്ളത് മധ്യ കേരളത്തിലാണ്. നേരത്തെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞിരുന്നത് മധ്യ കേരളത്തിലും വലിയ തോതിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും, മലബാർ മേഖലയിലും വലിയ തോതിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും. തെക്കൻ മേഖലയിലേക്ക് പോകുമ്പോൾ ചില എണ്ണം കൂട്ടാൻ കഴിയും, സീറ്റുകളിൽ എണ്ണം കൂട്ടാൻ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് പറഞ്ഞിരുന്നത്. ആ കണക്കുകളുടെ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഈ സർവേ ഫലങ്ങളെ കാണാൻ. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ നിലയിലേക്ക് കാര്യങ്ങളെത്തും. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഏതാണ്ട് 90 സീറ്റ് വരെയാണ് ഏറ്റവും കൂടുതൽ ആക്സിസ് മൈ ഇന്ത്യയാണ് അത്തരത്തിലുള്ള പ്രവചനം നടത്തിയിരിക്കുന്നത്. UDFന് 90 സീറ്റ് വരെ ലഭിക്കാമെന്നുള്ളത് പറയുന്നത് ആക്സിസ് മൈ ഇന്ത്യയാണ്. മറ്റുള്ളവർ 85, 84 എന്ന നിലയിലേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെയും എക്സിറ്റ് പോൾ ഫലങ്ങൾക്കും അപ്പുറം വലിയ തോതിൽ UDFന് പ്രചാരണം നടത്തിയതിലൂടെയും അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമൊക്കെയും UDFനെ കൂടുതൽ പിന്തുണയ്ക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഈ ഘട്ടത്തിൽ UDF നേതാക്കൾ. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം 1 മുതൽ 7 വരെയുള്ള സീറ്റുകൾ NDAക്ക് ഈ പലരും പ്രവചിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ NDA എവിടെയാകും ജയിച്ച് കയറുക എന്നുള്ളതാണ് ഈ പ്രവചന ഫലം വെച്ച് നമുക്ക് ഇനി കണക്ക് കൂട്ടേണ്ടത്. ഒരു പക്ഷേ 4-ാം തീയതി വരെ ഈ കണക്ക് കൂട്ടലുകൾ ഉണ്ട് എങ്കിൽ പോലും 4-ാം തീയതി അന്തിമ ഫലം വരുമ്പോൾ ഇതൊക്കെ വ്യക്തമാകും. ഏതായാലും വലിയ ആത്മവിശ്വാസം ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വെച്ച് നോക്കുമ്പോൾ UDF പാളയത്തിലുണ്ട്. LDFൻ്റെ പാളയത്തിൽ ഇപ്പോഴും നേരിയ തോതിലെങ്കിലും വിജയിച്ച് കയറാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് LDF പാളയം വെച്ച് പുലർത്തുന്നത്. നേരിയ വ്യത്യാസത്തിലെങ്കിലും LDFന് തുടർഭരണം ലഭിക്കും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷയായി അവർ പറയുന്നത്. UDFന് വലിയ ആത്മവിശ്വാസം അതേസമയം ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നു. പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ നേതാക്കൾ തള്ളുകയാണ്. ഇതിലും മിന്നും വിജയം ലഭിക്കുമെന്നുള്ളതാണ് UDFൻ്റെ ഒരു കണക്കൂട്ടലായി അവർ പറയുന്നത്. NDAക്കും വലിയ ആത്മവിശ്വാസമുണ്ട്. അവർ പറയുന്ന ഷെയർ അനുസരിച്ച് ഏതാണ്ട് 17% ഷെയർ BJPക്ക് വരുന്നുണ്ട് എന്ന തരത്തിലൊക്കെയും ഇതിൽ പറയുന്നുണ്ട്. അതിലൊക്കെയും കൂടുതൽ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് NDA മുന്നണിക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ മുന്നണികളെല്ലാം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ കൂട്ടലും കഴിക്കലുമായി ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകളിൽ പോകും. ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ മാത്രമേ ഇനി അന്തിമ ഫലം വരാനിരിക്കുകയുള്ളൂ. പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സ്വാഭാവികമായും UDFന് വലിയ ആത്മവിശ്വാസം നൽകും.
ലീഷ. അതായത് 70 മുതൽ 80 സീറ്റ് വരെയാണ് UDF പാളയത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. തൊട്ടുപുറകെ 60 മുതൽ 70 സീറ്റുകളുണ്ട്. ഇത് എക്സിറ്റ് പോളിൽ ഇത്ര സീറ്റ് മാത്രമല്ല, ഇതിലും കൂടും സീറ്റുകൾ എന്നാണ് UDF പറയുന്നതെങ്കിൽ എക്സിറ്റ് പോളിൽ പ്രതീക്ഷകൾ വലുതായിട്ട് വെക്കുന്നില്ല, അല്ലെങ്കിൽ ആ രീതിയിലല്ല UDF പിണറായി 3.0 വരുമെന്നുള്ള പ്രതീക്ഷ കൂടി ഇതിനിടയിൽ ഇടതുപാളയത്തിൽ നിന്നും നമുക്ക് കേൾക്കാനാവും. അങ്ങനെ തന്നെ അവരുടെ ഒരു പ്രതീക്ഷകളും ഈ സമയത്ത്. ഇടതുപക്ഷം, അതാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷവും വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലും നേരിയ ഭൂരിപക്ഷത്തിൽ മൂന്നാമത് വീണ്ടും സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് LDFിൻ്റെ ഒരു പ്രതീക്ഷയായി അവർ ഇപ്പോഴും വെച്ച് പുലർത്തുന്നത്. ജനങ്ങളുടെ പോളിംഗിലാണ് അവർക്ക് വിശ്വാസം എന്നുള്ളത് നേരത്തെ തന്നെ LDFിൻ്റെ പല നേതാക്കളും പറഞ്ഞിട്ടുള്ളതാണ്. UDFിൻ്റെ നേതാക്കളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പോളിംഗിൽ അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളിൽ വിശ്വാസമില്ല, പക്ഷേ ജനങ്ങളുടെ പോളിൽ വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. അത് അറിയണമെങ്കിൽ 4-ാം തീയതി തന്നെ വേണം. നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ LDFിന് നൽകുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 55 മുതൽ 65 സീറ്റുകൾ വരെ എന്നുള്ളതാണ്. സി നൽകുന്നത് 58 മുതൽ 70 സീറ്റുകൾ വരെ എന്നുള്ളതാണ്. CNN ന്യൂസ് 18 നൽകുന്നത് 58 മുതൽ 68 വരെ സീറ്റുകൾ LDFിന് ലഭിക്കുമെന്നുള്ളതാണ്. പി മാർക്ക് നൽകുന്നത് 62 മുതൽ 69 വരെ എന്ന നിലയിലാണ്. മാട്രിക്സ് പറയുന്നത് 60 മുതൽ 65 വരെ പറയുന്നു. അങ്ങനെ JBC പറയുന്നത് 52 മുതൽ 61 വരെയാണ് പറയുന്നത്. പക്ഷേ ഈ എണ്ണമൊക്കെയും വ്യത്യാസമുണ്ടാകാം. നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും വീണ്ടും ഇടതുപക്ഷ സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് LDFിന് പ്രതീക്ഷയായി പറയുന്നത്. പക്ഷേ ഈ സൂചനകളൊക്കെയും നൽകുന്നത് ഇത് UDFിന് മുൻതൂക്കം ഉണ്ടാകുന്ന തരത്തിൽ ഫലം പുറത്തേക്ക് വരും എന്ന നിലയിൽ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ശരി, നന്ദി ആൽവിൻ തോമസ് വിവരങ്ങൾക്ക്.